Hello all. So in the last class we have learned that in current cost accounting method for calculating the current operating profit we have to make certain adjustments. Those adjustments are depreciation adjustment, cost of sales adjustment, monetary working capital adjustment and gearing adjustment. So adil first one depreciation adjustment നമ്മൾ last video ൽ പഠിച്ചതാണ്. Second one is cost of sales adjustment or COSA, cost of sales adjustment. This adjustment is made for determining the current operating profit and represents the difference between value to the business and historical cost of stock consumed. Historical cost of stock consumed ആ സ്റ്റോക്കിൻ്റെ കറൻറ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വേഷൻ ഇസ് C minus O minus IA into C divided by IC minus O divided by IO. O means historical cost of opening stock. O opening stock ne represent ചെയ്യും. C closing stock ne represent ചെയ്യും. Then IA ആ സ്റ്റോക്കിന് അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിനെയും ക്ലോസിംഗ് സ്റ്റോക്കിനെയും നമ്മൾ ഇൻഡെക്സ് ചെയ്ത് കറൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. So IO is index number appropriate to opening stock, IC is index number appropriate to closing stock and IA is average index number for the period. നമ്മൾ ആവറേജ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് അതിലേക്കാണ് ഇതിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്ത് മാറ്റുന്നത്. അതാണ് ഈ കറൻറ്റ് പർച്ചേസിംഗ് പവർ മെത്തേഡും കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. So first problem, illustration number 6. From the following information, calculate the cost of sales under historical and current cost accounting system. Opening stock of raw material on 1st January 2018 200 tons ഉണ്ട്. ഒരു ടണ്ണിന് 40 rupees ആണ്. So 200 into 40 8,000. Purchased during the year 2018 ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, nil. മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് 2018 160 tons. ഇപ്പോൾ 2018 160 ടണ്ണേ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്കിൽ അവർക്ക് 200 ടണ്ണുണ്ട്. പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഓൺ 1st January 2018 ഇസ് ₹50 per ton. ആവറേജ് പ്രൈസ് 60 per ton. പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഓൺ 31st December 2018 70 per ton. സോ നമ്മളുടെ ഇക്വേഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അതാണ് നമ്മൾ ഓരോ പ്രോബ്ലം ഓരോ മെത്തേഡിലാണ്. ജസ്റ്റ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡും അതേപോലെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങും അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് ഈ പ്രോബ്ലം നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ രണ്ട് മെത്തേഡും നമ്മൾ കാണിച്ച് അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് പോകുന്നത്. സോ സൊല്യൂഷൻ രണ്ട് കോളം ഉണ്ട്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റവും കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോസ്റ്റ് ഓഫ് ആക്ച്വൽ കൺസംഷൻ ആണ്. ആക്ച്വൽ കൺസംഷൻ അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കൺസ്യൂംഡ് 160 tons. സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കുക? 160 ടൺ കൺസ്യൂം ചെയ്തു. ഒരു ടണ്ണിന് വാങ്ങിയപ്പോൾ തന്നെ 40 rupees ആണല്ലോ, അതല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുക. സോ 160 into 40 6400. പക്ഷെ കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം അങ്ങനെയല്ല. കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് 160 ടൺ തന്നെയാണ് കൺസംഷൻ. പക്ഷേ കറൻറ്റ് വാല്യൂ, ആ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് പ്രൈസിലേക്കാണ് നമ്മൾ അതിനെ ഇൻഡെക്സ് ചെയ്യുന്നത്. ആവറേജ് പ്രൈസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് 60. So 160 ton into 60 9600. So cost of sales ന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ വാല്യൂ 6400 കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ വാല്യൂ 9600 ആണ്. ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 9600 മൈനസ് 6400, ദാറ്റ് ഈസ് 3200. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം ആൻഡ് ക്രെഡിറ്റഡ് ടു കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് റിസർവ്. ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് കൂടി എടുത്തു നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം 200 ടൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ നെല്ലാണ്. കൺസ്യൂം ചെയ്തിരിക്കുന്ന 160 ടണ്ണാണ്. സോ ബാക്കി നമ്മുടെ കയ്യിൽ 40 ടണ്ണുണ്ട് അല്ലേ, 40 tons ഉണ്ട്. സോ ക്ലോസിംഗ് സ്റ്റോക്ക്
ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഇപ്പോഴും നമ്മൾ 40 രൂപയ്ക്ക് വാങ്ങിയത് 40 രൂപയ്ക്ക് തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. സോ 40 tons ഇൻറ്റു 40 rupees 1600. പക്ഷേ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ 40 tons ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്, പക്ഷേ അത് 31st December 2018 ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. സോ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് ഓൺ 31st December 2018 ഓൾറെഡി ഗിവൺ 70 rupees ആണ്. സോ 40 tons ഇൻറ്റു 70 2800. അതായത് 31 December 2018 ഈ 40 ടൺ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് ഒരു ടണ്ണിന് 70 രൂപ വെച്ച് കിട്ടും. സോ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 2800 ഉണ്ട് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ, കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൽ. അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്കിനൊരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് 2800 മൈനസ് 1600, ദാറ്റ് ഈസ് 1200 ആണ്. ഇത് നമ്മൾ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താറുണ്ട്. ഫസ്റ്റ് വൺ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്, തേർഡ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതെല്ലാം അവിടെ കുറയ്ക്കുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് കോസ ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്. The next one is monetary working capital adjustment or MWC. And the monetary working capital, it is represented by the difference between trade debtors and creditors. ഇതും നമ്മൾ ഈ ട്രേഡ് ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും കറണ്ട് വാല്യൂ കാൽക്കുലേഷൻ എന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ട് അത് നമ്മൾ കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കുറയ്ക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ടുള്ള കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡ് പറയുന്നത്. സോ MWC അല്ലെങ്കിൽ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ ഇക്വേഷൻ സെയിം, C മൈനസ് O മൈനസ് IA ഇൻറ്റു C ഡിവൈഡഡ് ബൈ IC മൈനസ് O ഡിവൈഡഡ് ബൈ IO. O എന്താ? ഓപ്പണിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് O ഓപ്പണിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ, C ക്ലോസിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. Then IA average index number of for the period. IO എന്താണ്? index number appropriate to monetary working capital. IC index number appropriate to closing monetary working capital. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറ്റും എന്നുള്ളതാണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 7. From the following information as per historical cost accounting method, compute monetary working capital adjustment under current cost accounting method. അക്കൗണ്ട്സ് റിസീവബിൾ ഓപ്പണിംഗ് January 1st 2018 31st December തന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് പേയബിൾ തന്നിട്ടുണ്ട്. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. ദെൻ പ്രൈസ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽസ് January 1st December 31st തന്നിട്ടുണ്ട്. പ്രൈസ് ഇൻഡെക്സ് ഫോർ ദ ഫിനിഷ്ഡ് ഗുഡ്സ് January 1st January 31st തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അക്കൗണ്ട്സ് റിസീവബിൾ മൈനസ് അക്കൗണ്ട്സ് പേയബിൾ ആണ്. January 1st കാൽക്കുലേറ്റ് ചെയ്യുക, December 31st കാൽക്കുലേറ്റ് ചെയ്യുക. ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. അക്കൗണ്ട്സ് റിസീവബിൾ January 1st 7000 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അത് നമുക്ക് ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ് ചെയ്യുമ്പോൾ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൽ നമുക്ക് ആവറേജ് ഇൻഡെക്സ് ആണ്, അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റിലേക്കല്ല ഇൻഡെക്സ് ചെയ്യുന്നത്, ആവറേജ് ഇൻഡെക്സ്. സോ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത് എന്താണ്? ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് കടമായി കൊടുത്തിട്ട് അവർ പിന്നീട് തരുമെന്ന് പറഞ്ഞ് നമ്മൾക്ക് അത് അസറ്റായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ ഡെറ്റേഴ്സ്. സോ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വേണം നമ്മൾ നോക്കാൻ. അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രൈസ് ഇൻഡെക്സ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ദാറ്റ് ഈസ് 7000 ഇൻറ്റു ഇൻഡെക്സ് ചെയ്യാൻ നമുക്ക് ആവറേജ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ആവറേജ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു January 1st ഇൻഡെക്സ് പ്ലസ് 31st December index divided by 2, that is 150 plus 180 divided by 2, 165. So ആ 165ലേക്കാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. 7000 ഇൻറ്റു 165 ഡിവൈഡഡ് ബൈ 150. 150 എന്ന് വെച്ചാൽ January 1st ഇൻഡെക്സ് 150, അതിനെ നമ്മൾ 165ലേക്ക് ഇൻഡെക്സ് ചെയ്യുന്നു. സോ എമൗണ്ട് ഈസ് 7700. അതുപോലെ തന്നെ December 31st നമ്മൾ ഈ ആവറേജ് ഇൻഡെക്സിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ദാറ്റ് ഈസ് 12600 ഇൻറ്റു 165 ബൈ 180. 180 എന്തുകൊണ്ടാണ്? ഇത് ക്ലോസിങ്ങിൻ്റെ അക്കൗണ്ട്സ് റിസീവബിൾ ആണ്. 31st December ഇൻഡെക്സ് 180 ആണ്. സോ 160 ബൈ 180 11550. അതേപോലെ അക്കൗണ്ട്സ് പേയബിളും കാൽക്കുലേറ്റ് ചെയ്യുക. അക്കൗണ്ട്സ് പേയബിൾ എന്തായിരിക്കും? നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുള്ള
ഇതാണ്. സോ പ്രൈസ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്. 3850 ഇൻറ്റു അവിടെ നമുക്ക് ആവറേജ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ജനുവരി 1 മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഇൻഡെക്സ് 200 ആണ്. 31 ഡിസംബറിൽ 230 ആണ്. സോ ആവറേജ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 200 പ്ലസ് 230 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് 215. അതിലേക്കാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. അക്കൗണ്ട്സ് പേയബിൾ 3850 ഇൻറ്റു 215 ബൈ 200 ജനുവരി 1 കിട്ടും. ഡിസംബർ 31 6440 ഇൻറ്റു 215 ബൈ 230. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ ഇസ് അക്കൗണ്ട്സ് റിസീവബിൾ മൈനസ് അക്കൗണ്ട്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തെങ്കിലും ഇൻക്രീസ് വന്നിട്ടുണ്ടോ എന്ന്. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ 3561 നിന്ന് 5530 ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് ഒരു 1969 ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ഹൗഎവർ ദ ആക്ച്വൽ ഇൻക്രീസ് ഇൻ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ചും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ജനുവരി 1 3150 ആണ്. ഡിസംബർ 31 6160 ആണ്. സോ ഡിഫറൻസ് ഈസ് 3010 ആണ്. സോ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൽ 3010 ആണെങ്കിൽ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ഈ പറയുന്ന കറണ്ട് വാല്യൂ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ 1969 ഉള്ളൂ. അതായത് 1969 അത് കുറഞ്ഞു അല്ലേ. സോ 3010 നിന്ന് 1969 മാറി. ദാറ്റ് ഈസ് എ ഡിഫറൻസ് 1041 ഡിഫറൻസ് ഉണ്ട്. ഈ 1041 നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് റിസർവിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് റിസർവ് ഇസ് 1041. സിമ്പിൾ പ്രോബ്ലം ആണ്. ദെൻ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഗിയറിംഗ് നമുക്കറിയാം. ഗിയറിംഗ് റേഷ്യോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബോറോഡ് ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. നമ്മൾ ബിസിനസ് ഇങ്ങനെ ഗ്രോ ചെയ്യണമെങ്കിൽ, ബിസിനസ് ഇങ്ങനെ വളർന്നു പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. സോ ഗിയറിംഗ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ബോറോഡ് ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ബോറോഡ് ക്യാപിറ്റലും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സുമാണ്. ഈ ഫിക്സ്ഡ് അസറ്റ്സും വർക്കിംഗ് ക്യാപിറ്റലും ഈ ബോറോഡ് ക്യാപിറ്റലിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ നിന്നും എടുത്തിട്ടുള്ള എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സിലും വർക്കിംഗ് ക്യാപിറ്റലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതായത് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഇത്ര എമൗണ്ട് തരാമെന്നോ ഇത്ര എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് തരുമെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റുള്ള എഗ്രിമെൻ്റ് ഉള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ അത്രയും തന്നെ കിട്ടൂ, അല്ലെങ്കിൽ അത്രയും തന്നെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ബോറോഡ് ക്യാപിറ്റൽ പ്രൈസ് ചേഞ്ച് കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൊണ്ടോ ഡിഫ്ലേഷൻ കൊണ്ടോ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ എമൗണ്ട് നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സിലോ വർക്കിംഗ് ക്യാപിറ്റലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ആ ഫിക്സ്ഡ് അസറ്റ്സിൽ പക്ഷേ അതായത് ബിസിനസ്സിൻ്റെ വാല്യൂവിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ബോറോഡ് ക്യാപിറ്റലിൽ ചേഞ്ചിങ് പ്രൈസസ് കൊണ്ട് വ്യത്യാസമില്ല. ദസ് their shareholders enjoy an advantage in the period of rising prices. Price rise ചെയ്യുമ്പോൾ ഷെയർഹോൾഡേഴ്സിന് അഡ്വാൻറ്റേജും അതിൻ്റെ റിവേഴ്സ് happen when prices decline. So as a result the profit attributable to shareholders അത് അണ്ടർസ്റ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓവർസ്റ്റേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷനും കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റും മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ഇത് ചാർജ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റ്, ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഫക്റ്റ് കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ബാക്കി മൂന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നടത്തുമ്പോഴാണ് ഈ പ്രോഫിറ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സിനുള്ള ആ പ്രോഫിറ്റ് കുറച്ചൊന്ന് അബേറ്റ് എന്ന് വെച്ചാൽ റെഡ്യൂസ് ആവും അല്ലേ. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നടത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ L ഡിവൈഡഡ് ബൈ L പ്ലസ് എസ് ഇൻറ്റു എ. L ഡിവൈഡഡ് ബൈ L പ്ലസ് എസ് ഇൻറ്റു എ എന്താന്ന് നോക്കാം. L is equal to average net borrowing, S is equal to average shareholders funds. L plus S എന്തായിരിക്കും? average net borrowing plus average shareholders funds എന്ന് പറഞ്ഞാൽ
നെറ്റ് ഓപ്പറേറ്റിംഗ് അസറ്റ്സ് അല്ലേ? ആണ്. ദെൻ എ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എ ഈസ് ദ ടോട്ടൽ ഓഫ് കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. 3 അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു. ഏതൊക്കെയാണ്? ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അതിൻ്റെ ടോട്ടലാണ് എ എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ നമ്മൾ ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതർ 3 കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് L divided by L plus S into A. Problem. From the data below, calculate the gearing adjustment required under current cost accounting method. Convertible debentures, bank overdraft, cash, paid up share capital, reserves എല്ലാം ഓപ്പണിംഗ് വാല്യൂ ക്ലോസിംഗ് വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതർ 3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടാവണം. കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. തന്നിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടോട്ടലിൽ വേണം നമ്മൾ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ. സോ നോക്കാം. നമുക്ക് ആദ്യം എൽ കണ്ടുപിടിക്കണം. എല്ലും എസ്സും വേണം അല്ലേ? സോ എൽ എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് നെറ്റ് ബോറോയിങ് ആണ്. ഇവിടെ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ആണ്. കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും. സോ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ഓപ്പണിംഗ് 200 ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 120 ആണ്. അതുപോലെ തന്നെ ക്ലോസിംഗ്. സോ അതിൻ്റെ ടോട്ടൽ ബോറോയിങ്സ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് 320യും ക്ലോസിംഗ് 400ഉമാണ്. ക്യാഷ് ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ ക്യാഷ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ള ക്വസ്റ്റ്യന് ജസ്റ്റ് ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 8 സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുന്നിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ബോറോയിങ് ക്യാഷ് ഓർ എനി മോണിറ്ററി അസറ്റ് വിച്ച് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാത്ത ഏതെങ്കിലും മോണിറ്ററി അസറ്റോ ക്യാഷോ ഉണ്ടെങ്കിൽ അത് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ബോറോയിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്നുകൂടെ പറയാം. നെറ്റ് ബോറോയിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മോണിറ്ററി അസറ്റോ ക്യാഷോ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? ടോട്ടൽ ബോറോയിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ ക്യാഷ് തന്നിട്ടുണ്ട് അല്ലേ? ക്യാഷ് ഉണ്ട്. ഒരു ഈ ക്യാഷ് എന്ന് പറയുന്നത് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്തിട്ടില്ല എന്ന അസംഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ടോട്ടൽ ബോറോയിങ്ങിൽ നിന്ന് ലെസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് വാട്ട് ഈ സൊല്യൂഷനിൽ ടോട്ടൽ ബോറോയിങ്സ് 320യിൽ നിന്ന് ക്യാഷ് റെഡ്യൂസ് ചെയ്തു. ബിക്കോസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ക്യാഷ് ഇസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നെറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. നെറ്റ് ബോറോയിങ്സിൽ 300ഉം അതേപോലെ ക്ലോസിംഗിൽ 340. ഇനി നമുക്ക് എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് നോക്കണം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടോട്ടൽ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവ് ആണ്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഓപ്പണിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് 400 ആണ്, ക്ലോസിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് 560 ആണ്. സോ നമുക്കിനി എൽ കാണാം, എസ് കാണാം. എൽ എങ്ങനെ കാണാം? ആവറേജ് ആണ് ബോറോയിങ്സ് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. എസ് എങ്ങനെ കാണാം? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. സോ കാൽക്കുലേറ്റ് ചെയ്യുക എൽ ആൻഡ് എസ്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എൽ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എൽ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ് 320 ഡിവൈഡഡ് ബൈ 800. ഇത് നമുക്ക് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ ടോട്ടൽ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണ്? 80 ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കോസ പ്ലസ് MWCA പ്ലസ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 80. സോ 80ൽ നമ്മൾ ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 32. സോ വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. സിമ്പിളാണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.